Hey everyone, welcome back. ഇന്ന് നമ്മൾ പഠിക്കാൻ തുടങ്ങാൻ പോവാണ് ഡേ 1 ഓഫ് മീ സ്റ്റഡിങ് ഫോർ മൈ 3rd ഇയർ ഫൈനൽ ആവറേജ് എക്സാം. അധികം എയ്സ്തെറ്റിക് ആക്കാനൊന്നും എനിക്ക് വയ്യ. ശരിക്കും എൻ്റെ ഉദ്ദേശം പഠിക്കലാണ്. അപ്പോൾ നിങ്ങളോട് ഓരോരുത്തരോടും ഞാൻ പറയാൻ പോകുന്നത് ലൈഫ് എപ്പോഴും എയ്സ്തെറ്റിക് ആക്കിയിട്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. സോ ഉള്ളത് വെച്ചിട്ട് ഓണം പോലെ ഉള്ളത് വെച്ചിട്ട് പഠിക്കാം കേട്ടോ. സമയം ഏകദേശം എത്രയായി? 6:52 ആയി. ഞാനിപ്പം ഇൻ്റർസോണിൻ്റെ ഒപ്പനൻ്റെ പ്രാക്ടീസ് കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. ഇനി പഠിക്കാൻ തുടങ്ങണം. ഇന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. എനിക്ക് ഫോറൻസിക് മെഡിസിനും കമ്മ്യൂണിറ്റി മെഡിസിനുമാണ്. 10ാം തീയതിയാണ് എക്സാം. ഇന്ന് November 4th ആണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഫോറൻസിക് മെഡിസിൻ ആൻഡ് ടോക്സിക്കോളജി ഇഗ്നീഷ്യസ് എന്ന് പറഞ്ഞ ബുക്കാണ്. ഈ ബുക്കായിരിക്കും ഞാൻ പഠിക്കാൻ പോകുന്നുണ്ടാവുക. ഇതിൻ്റെ ഇടയിലൂടെ കമ്മ്യൂണിറ്റി മെഡിസിൻ രണ്ടും കൂടെ എനിക്ക് ഒരു സബ്ജക്റ്റ് തന്നെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ലോണം ബോറടിക്കും. 2 സബ്ജക്റ്റിനോട് ബാലൻസ് ചെയ്ത് പഠിക്കാനാണ് വിചാരിക്കുന്നത്. പിന്നെ ഇതൊരു എയ്സ്തെറ്റിക് ആയിട്ടുള്ള സ്റ്റഡി വ്ളോഗേ അല്ല. സോ നിങ്ങൾ വിചാരിക്കരുത് നമ്മുടെ ലൈഫ് എപ്പോഴും എസ്തെറ്റിക് ആയിട്ട് എല്ലാം ഭയങ്കര വൃത്തിയും അല്ലെങ്കിൽ ഭയങ്കര ഫാഷനബിൾ ആൻഡ് സ്റ്റൈലിഷ് സാധനങ്ങൾ ഇതിൽ മാത്രമേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ എന്ന് ഒരിക്കലും വിചാരിക്കരുത്. അതൊക്കെ വെറും വീഡിയോസിന് വേണ്ടിയിട്ട് ആൾക്കാർ ചെയ്യുന്നതാണ്. ഞാനും പണ്ടൊക്കെ വീഡിയോസിന് വേണ്ടിയിട്ട് വൃത്തി ഉണ്ടാകാൻ വേണ്ടിയിട്ട് സ്റ്റഡി ടേബിളൊക്കെ വൃത്തിക്ക് വെച്ചിട്ട് ചെയ്തിട്ട് കാലമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് പോലും ഞാനിപ്പോൾ ആണെങ്കിൽ എനിക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഇപ്പോൾ എവിടെ ഇരുന്നാലും പഠിക്കാൻ പറ്റും. ബെഡ്മേലാണെങ്കിലും സ്റ്റഡി ടേബിൾ ആണെങ്കിലും എവിടെ ഇരുന്നിട്ടാണെങ്കിലും പഠിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചിന്തിക്കാൻ നോക്കുക. എപ്പോഴും നമുക്ക് കറക്റ്റ് 7 മണിക്ക് തന്നെ പഠിക്കാൻ തുടങ്ങണം അല്ലെങ്കിൽ 6 മണിക്ക് തന്നെ പഠിക്കാൻ തുടങ്ങണം, ഫുൾ ടേബിൾ മൊത്തം ശരിയായാൽ മാത്രമേ പഠിക്കാൻ തുടങ്ങാൻ പറ്റുള്ളൂ എന്നുള്ള സംഭവമൊന്നുമില്ല കേട്ടോ. അതും നിങ്ങൾ ആലോചിക്കുക. പിന്നെ വാട്ടർ ബോട്ടിൽ ഞാൻ കയ്യിൽ വെച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് എണീറ്റ് വെള്ളം കുടിക്കാൻ മടിയായതുകൊണ്ട് ഞാൻ വാട്ടർ ബോട്ടിൽ കയ്യിൽ വെച്ചിട്ടുണ്ട്. പിന്നെ എസ്തെറ്റിക് എന്ന് പറഞ്ഞാൽ കുറേ ക്ലാസ് എടുത്തില്ലേ. പക്ഷെ എനിക്കൊരു സാധനം കിട്ടും, അതൊക്കെ കുറച്ച് ഭയങ്കര ക്യൂട്ടുള്ളത് കാണാൻ. ഇതിലെന്താ സംഭവിച്ചാൽ ഞാൻ വെള്ളം ഒഴിച്ച് കുടിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. ചിയാ സീഡ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് 2 ദിവസം നടന്നുള്ളൂ. എനിക്കെല്ലാം അങ്ങനെയാണ്. ആദ്യത്തെ 2 ദിവസമൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഇതിലെന്താ വെച്ചാൽ ഞാനിതിൽ വെള്ളം നിറയ്ക്കും, എന്നിട്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സിപ്പ് ചെയ്ത് കുടിക്കും. അപ്പോൾ വെള്ളം കൂടി നടക്കും. പിന്നെ കുറച്ചൊരു ബ്യൂട്ടിഫുൾ ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് കേട്ടോ. അല്ലാതെ അതിനനുസരിച്ച് നമ്മൾ കുറേ ടൈം സ്പെൻഡ് ചെയ്യണമെന്നൊന്നുമില്ല. ജസ്റ്റ് അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം നിറയ്ക്കണ കുറച്ച് ഞാൻ വേണമെങ്കിൽ ഇതിന് ലിങ്ക് കൊടുക്കാം കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യം കൂടെ ഉണ്ട്. എനിക്ക് സ്പെക്സ് ഉണ്ട്. അപ്പോൾ എല്ലാ റിയാലിറ്റിയും നമ്മൾ കാണിക്കണമല്ലോ. അപ്പോൾ ഞാൻ പഠിക്കുന്ന റിയാലിറ്റി പോലെ തന്നെ കാണിക്കാം. എനിക്ക് കണ്ണിന് പവർ കുറവുണ്ട്. അപ്പോൾ ഞാൻ സ്പെക്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ സ്പെക്സ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വെല്ലിമനെ പോലെയൊക്കെ കാണാനുണ്ടാവും. പിന്നെ ഫ്രണ്ട്സ് എല്ലാവരും അങ്ങനെ കളിയാക്കലുണ്ട് കേട്ടോ, വെല്ലിമനെ പോലെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ചിലപ്പോൾ എൻ്റെ വെല്ലിമനെ പോലെയൊക്കെ കാണാനുണ്ടാവും. അതൊന്നും മൈൻഡാക്കണ്ട. ചിലപ്പോൾ എന്നെ കുറച്ച് വയസ്സായ പോലെയൊക്കെ ഉണ്ടാവും കാണാൻ. പക്ഷേ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മളെ കണ്ണിൻ്റെ കാഴ്ചയാണല്ലോ നമുക്ക് വലുത്, അല്ലേ? കണ്ണിൻ്റെ കാഴ്ചയാണ് നമുക്ക് വലുത്. ഒരു കണ്ണിനെ പ്രശ്നമുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ സ്പെക്സ് ഫുൾ ടൈം യൂസ് ചെയ്യാത്തത്. പക്ഷേ ഞാൻ സ്ക്രീൻ നോക്കുന്ന സമയത്താണെങ്കിൽ, എഡിറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിൽ, വായിക്കുന്ന സമയത്താണെങ്കിൽ സ്പെക്സ് യൂസ് ചെയ്യാറുണ്ട്. ക്ലാസ്സിലിരിക്കുമ്പോൾ സ്പെക്സ് യൂസ് ചെയ്യാറുണ്ട്. ഇതാണ് എൻ്റെ സ്പെക്സ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇനിയിപ്പം കമൻറ്റ് ചെയ്യാൻ മതി വയസ്സായ പോലെ ഉണ്ട് കാണാനെന്നൊക്കെ. ഓക്കെ, മൂവിങ് ഓൺ. നമുക്ക് പഠിക്കാൻ തുടങ്ങാം. ഫോറൻസിക് മെഡിസിൻ. ഇപ്പോൾ സമയം 6:52. ഫോറൻസിക് മെഡിസിന് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും കമ്പയറിങ് ടു ബാക്കി സബ്ജക്ട്സ്. മെയിൻലി കമ്മ്യൂണിറ്റി മെഡിസിൻ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആണ് എനിക്ക് തോന്നിക്കണേ. കമ്മ്യൂണിറ്റി മെഡിസിൻ്റെ സാർമാരൊക്കെ ഈ വീഡിയോ കണ്ടല്ലേ പിന്നെ എന്തെങ്കിലുമൊക്കെ പറയും. പഠിച്ചോനെ അവർ കാണല്ലേ. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. പിന്നല്ലേ നിങ്ങളൊക്കെ കണ്ട് പരിചയമില്ലാത്ത കുറേ ഫിഗേഴ്സ് ഈ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവും കേട്ടോ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു തരാം. കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഇനി ഫോറൻസിക് പഠിക്കുമ്പോൾ എന്താ ഫീൽ ചെയ്യണമെന്നൊക്കെ ഉള്ളതല്ലോ. ചില ആൾക്കാർക്ക് ഇത് കണ്ടാൽ ചിലപ്പം പ്രശ്നം ഉണ്ടാകാൻ മതി. പക്ഷെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു തരാം. അത് കണ്ടോ, മാഗ്നറ്റ് സ്ക്രോളിങ്ങിൽ ആൾക്കാർ മരിച്ചു കഴിഞ്ഞാൽ അയാൾ ഡീകമ്പോസിങ് ബോഡിയിൽ ഉണ്ടാവുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് കണ്ടിട്ട് പ്രശ്നമുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ നിന്ന് സ്കിപ്പ് ചെയ്യുക. ഇനിയിപ്പോൾ ഞാനത് കാണിച്ചു തന്നിട്ട് കുറേ പ്രശ്നമായി എന്നൊന്നും പറയരുത്. ഇതൊക്കെ നമുക്ക് പഠിക്കാനുള്ള സാധനമാണ്. MBBS ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ നോക്കുക. അല്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്താൽ കുഴപ്പമില്ല കേട്ടോ. ഞാൻ MBBS കയറാൻ മുന്നേ എനിക്കറിയില്ല കേട്ടോ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് ശരിക്കും എനിക്കറിയില്ല. ഞാൻ ഇവിടെ എത്തിയാണ് ഇതൊക്കെ അറിഞ്ഞത്. മക്കളെ, ഇത് നോക്കിയാൽ ഈ ടെക്സ്റ്റ് മൊത്തം എനിക്ക് പഠിക്കാനുള്ളതാ. സത്യം പറയാലോ എനിക്കറിയില്ല ഞാൻ എന്താ ചെയ്യാൻ. ഈ ടെക്സ്റ്റ് മൊത്തം എനിക്ക് പഠിക്കാനുള്ളതാ. അതും 10ാം തീയതി എക്സാം. 10ാം തീയതി ഫസ്റ്റ് ഫോറൻസിക് എക്സാമാ. 10ാം തീയതി എക്സാം. റിയലൈസേഷൻ. ഇപ്പോഴാണ് ശരിക്കും റിയലൈസേഷൻ വരുന്നത്. ഓ മൈ ഗോഡ്. പിന്നല്ലേ ഇത്രയും കാലം നിങ്ങൾ വീഡിയോ ചെയ്ത് തരപ്പോൾ എൻ്റെ എഡിറ്റഡ് വെർഷനൊക്കെ ഇപ്പോൾ കണ്ടിട്ടുണ്ടാവാം. പക്ഷെ ഇപ്പം എനിക്ക് വേറെ വയ്യില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് കുറേ നേരം എഡിറ്റ് ചെയ്യാൻ മടിയാണ്. ഇപ്പം എല്ലാ വീഡിയോസും ഞാൻ തന്നെയാണ് എടുക്കൽ, ഞാൻ തന്നെ എഡിറ്റ് ചെയ്യൽ.
അപ്പോൾ എനിക്ക് അതിന് കുറേ സമയം വേണം. അപ്പോൾ ഇതിൽ എഡിറ്റിംഗ് ഒക്കെ കുറവായിരിക്കും. ഒരു വലിയ ബാഡ് ന്യൂസ് ഉണ്ട്. വീഡിയോ എടുക്കുന്നതിനിടയിൽ ഫോൺ സ്റ്റക്കായി ഐഫോൺ സ്റ്റോറേജ് ഫുൾ എന്ന് വന്നു. അപ്പോൾ ഇനിയുള്ള വീഡിയോസ് ചിലപ്പോൾ ക്ലാരിറ്റി കുറച്ച് കുറവുണ്ടാവും. കാരണം ഞാൻ 4K 60 എന്നൊക്കെ മാറ്റിക്കണ്. പിന്നെ 256 ഉള്ളൂ എൻ്റെ ഫോൺ. അപ്പം അതിനനുസരിച്ചിട്ട് അത് ഫുള്ളാവുന്നുണ്ടാവും. ഇതിലുള്ള വീഡിയോ എടുത്ത് ഐപാഡിലേക്ക് മാറ്റിയതിന് ശേഷം പിന്നെയും വീഡിയോ എടുക്കാൻ തുടങ്ങുകയാണ്. ഇതാണ് പ്രശ്നം. പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ 101 പ്രശ്നങ്ങളുണ്ടാവും. നമ്മൾ എന്തൊന്നും പഠിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ, നന്നാവാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. യൂണിവേഴ്സിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ അതിനൊക്കെ നമ്മൾ തകർത്തിട്ട് ഇന്ന് പഠിക്കാൻ പോവാണ്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു ബുക്ക് എടുത്തിക്കണം കേട്ടോ, ഒരു സ്പൈറൽ നോട്ട് മേലത്തെ കുഞ്ഞ് ബുക്ക് എടുത്തിക്കണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടോക്സിക്കോളജിയാണ്. മറ്റേ ജനറൽ ഫോറൻസിക്കിലുള്ളത് ഓൾമോസ്റ്റ് ഏതൊക്കെ എക്സാമിന് വേണ്ടിയിട്ട് അടിപൊളിയൊക്കെ പഠിച്ചുകൊണ്ട് എന്തൊക്കെയൊക്കെ ഒരു പരിചയമുണ്ട് പേജ് കണ്ടിട്ട്. ടോക്സിക്കോളജിക്ക് ഒരു പരിചയമില്ല. അപ്പോൾ ടോക്സിക്കോളജി ആയിട്ടൊന്ന് പഠിക്കാൻ പോണത്. അപ്പോൾ നിങ്ങളും പഠിക്കാൻ തീരുമാനിച്ച ആൾക്കാരൊക്കെ ആണെങ്കിലും, നീറ്റിന് പഠിക്കുന്നവരൊക്കെ ആണെങ്കിലും, ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ഏത് ഇയർ പഠിക്കുന്ന ആൾക്കാരാണെങ്കിലും, നമ്മൾ എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും അതിനെ നമ്മൾ തോൽപ്പിച്ചിട്ട് പഠിക്കാൻ തുടങ്ങും കേട്ടോ. അപ്പം പഠിക്കാൻ തുടങ്ങാം. ഓക്കെ. അപ്പോൾ ഈ ടോക്സിക്കോളജിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് പോയ്സൺസ്. അത് കൊറോസീവ്, ഇറിറ്റൻസ്, ന്യൂറോട്ടിക്സ്, കാർഡിയാക്, ആസ്ഫിക്സിയൻ, മിസ്ലിനിയസ് ഒക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഇപ്പം ഫസ്റ്റ് വൺ അക്കോർഡിംഗ് ടു ദ മോഡ് ഓഫ് ദ ആക്ഷന്, പിന്നെ ഉള്ളത് ആസ് പെർ ക്രിമിനൽ യൂസ്, ട്രീറ്റ്മെൻറ്റ് ഓഫ് പോയ്സണിങ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊടുത്തത്. അപ്പോൾ ഇതൊരു എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ക്ലാസിഫിക്കേഷൻ ഓഫ് പോയ്സൺസ്. ഈ ഒരു ബോക്സ് എനിക്ക് പഠിക്കണമെന്നുണ്ട്. സാധാരണ ഞാൻ കുറേ സാധനങ്ങൾ ഇങ്ങനെ കാണാതെ പഠിക്കില്ല കേട്ടോ. പക്ഷേ ഇതിപ്പോൾ ഞാൻ എങ്ങനെ പഠിക്കുന്നത്, കോഡിനാക്കി പഠിക്കണമെന്നോ കാണാതെ പഠിക്കണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല. കുറച്ചുണ്ട്, അത്യാവശ്യമുണ്ട്. അപ്പം അതിങ്ങനെ ബോക്സ് ആക്കിയിട്ടുള്ളത് അതെങ്ങനെയൊക്കെ പഠിക്കണം. അപ്പം അതാണ് ഇനി പഠിക്കാൻ പോകുന്നത്. ഇനിയില്ലേ ഫസ്റ്റ് ഇയറിലൊക്കെ പഠിക്കണം. ചില കുട്ടികൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഇനി എങ്ങനെ അത് പഠിക്കാം, അനാട്ടമി എങ്ങനെ പഠിക്കാൻ. അനാട്ടമി ഒക്കെ ആക്ച്വലി സുഖമാണ് പഠിക്കാൻ. പക്ഷെ ഫസ്റ്റ് ഇയർ എക്സാമിന് അത്ര ട്രോമ വേറെ ഏതൊരു എക്സാമിനും ഇല്ല കേട്ടോ. അനാട്ടമി ഇങ്ങനെ പഠിക്കുക വെച്ചാൽ കുറേ വരച്ച് പഠിക്കുക. എനിക്ക് വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം കുറേ ഓരോ ഫിഗറുകളും ഇങ്ങനെ വരച്ച് പഠിക്കുക. ഹാർട്ടിൻ്റെതും ലങ്സിൻ്റെതും അല്ലെങ്കിൽ കിഡ്നി, ലിവർ, ഇതൊക്കെ വരച്ച് പഠിക്കുക. ഓരോന്നും തമ്മിലുള്ള റിലേഷൻ, ആൻറ്റീരിയർ, പോസ്റ്റീരിയർ, ലാറ്ററൽ, മീഡിയൽ റിലേഷൻസ് ഒക്കെ ഞാൻ വരച്ചാൽ പഠിച്ചത്. അപ്പം ലാറ്ററൽ കമ്പാർട്ട്മെൻറ്റ്, മീഡിയൽ കമ്പാർട്ട്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞ മസിൽസിൻ്റെ കമ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ അല്ലേ, അതൊക്കെ ഓരോന്നും ഇങ്ങനെ കളർ കൊടുത്ത് വരച്ച് പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും. അത് നിങ്ങൾ ഓർമ്മയിലുണ്ടാവും. എക്സാമിന് നിങ്ങൾക്ക് എന്ത് ആൻസർ ചെയ്താണെങ്കിൽ പോലും അതിൻ്റെ സൈഡിൽ ഫിഗർ വരച്ച് വെക്കുക. ഇപ്പോൾ ഫിഗർ തെറ്റാണെങ്കിൽ പോലും നിങ്ങൾക്ക് എവിടെ പൊസിഷൻ ആക്ച്വലി അറിയുമല്ലോ, ലിവറൊക്കെ എവിടെയാണെന്ന് അറ്റ്ലീസ്റ്റ് നമുക്കൊന്ന് അറിയാമല്ലോ, റൈറ്റ് സൈഡാണോ ലെഫ്റ്റ് സൈഡാണോ എന്നൊക്കെ ഉള്ളത്. അപ്പം അതൊക്കെ ഒന്ന് വൃത്തിക്ക് വരച്ച് കഴിഞ്ഞാൽ, വൃത്തിയിലും വരയ്ക്കേണ്ട, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് വരച്ചിട്ടാൽ അതിനെങ്കിലും നിങ്ങൾക്ക് അരമാർക്ക് 1 മാർക്കൊക്കെ തരും. അങ്ങനെയൊക്കെ അനാട്ടമി പാസ്സാവാം. പിന്നെ അനാട്ടമിൻ്റെ പ്രാക്ടിക്കൽ എക്സാം ഉണ്ടല്ലോ, എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും ട്രോമ അടിച്ച എക്സാം വേറെ അല്ല. എനിക്കൊരു ദിവസം പഠിക്കാണ്ടിരുന്നത്, അത് വല്ലാത്തൊരു എക്സാമേനി. അതിനെക്കുറിച്ച് ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അതൊക്കെ വേറെ വീഡിയോയിലേക്ക് പറയാം. അപ്പം ഞാൻ വീണ്ടും പഠിക്കാൻ പോട്ടെ, അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് വർത്താനം പറഞ്ഞ് എവിടെയെങ്കിലുമൊക്കെ എത്തും. ക്ലാസിഫിക്കേഷൻ ഓഫ് പോയ്സൺസ്, കൊറോസീവ്സ്, ഇറിറ്റൻസ്, ന്യൂറോട്ടിക്സ്, കാർഡിയാക്, ആസ്ഫിക്സിയൻ, മിസ്ലീനിയസ്. അപ്പോൾ ഇതാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് കൊറോസീവ്സ് പറയുമ്പോൾ സ്ട്രോങ് ആസിഡ്സ്, സ്ട്രോങ് ആൽക്കലീസ്, മെറ്റാലിക് സാൾട്ട്സ്. റാൻഡമായിട്ട് കുറേ തോട്ട്സ് വരാൻ തുടങ്ങി. അല്ലെങ്കിൽ എനിക്ക് എക്സാം കാലം വലിയ ഇഷ്ടമല്ല. ബട്ട് സ്റ്റിൽ നമ്മൾ പഠിക്കും. ഫോറൻസിക്കിൻ്റെ ഒരു പ്രത്യേകത എന്താ അറിയോ, ഇതിൽ തന്നെ പഠിപ്പിച്ചാലും നമ്മളിങ്ങനെ മരിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനത്തിൻ്റെ ക്രൈറ്റീരിയ ഫോർ എൻ ഐഡിയൽ ഹോമിസൈഡൽ പോയ്സൺ. നമുക്ക് മരിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന, മീൻസ് നമ്മൾക്ക് ഒരാളെ കൊല്ലാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഹോമിസൈഡൽ പോയ്സൻ്റെ ക്രൈറ്റീരിയ എന്തൊക്കെയാണ്, സൂയിസൈഡൽ പോയ്സൻ്റെ ക്രൈറ്റീരിയ എന്തൊക്കെയാണ്, പിന്നെ അത് സംഭവിച്ച ട്രീറ്റ്മെൻറ്റ് ഓഫ് പോയ്സണെങ്കിൽ പിന്നെ നമുക്ക് ഡോക്ടർ ആവുന്ന സമയത്ത് പഠിക്കേണ്ടതാണല്ലോ. പിന്നെ അങ്ങനെ കുറേ സാധനങ്ങൾ ഇങ്ങനെ സംഭവിച്ചാൽ എന്തൊക്കെയാണ് ഉണ്ടാവുക, ഒരാൾ ഹാങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെ മനസ്സിലാവുക, ഹാങ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ എങ്ങനെ മനസ്സിലാവുക, എന്തൊക്കെയാണ് അതിൻ്റെ ക്രൈറ്റീരിയ, അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പം മരണത്തോടും പിന്നെ മരിച്ച ആൾക്കാരെ ആരാ കൊന്നതെന്ന് കണ്ടുപിടിക്കാനും എപ്പോഴാണ് മരിച്ചതെന്നൊക്കെ കണ്ടുപിടിക്കാനുള്ള ഒരു സംഭവമാണ് ഫോറൻസിക് മെഡിസിൻ. ഇതിൽ മെയിനായിട്ടുള്ളൊരു സംഭവമാണ് ഓട്ടോപ്സി. ഓട്ടോപ്സി പറയുമ്പോൾ പോസ്റ്റ്മോർട്ടം കാണാൻ നമ്മൾ 10 പോസ്റ്റ്മോർട്ടം കാണണം. 10 കണ്ടിട്ടുണ്ട്. പിന്നെ അവിടെ പോകുന്ന സമയത്ത് നമുക്ക് കുറേ കേസുകളുണ്ടാവും. ഞാൻ ബ്രെയിൻ ഇഞ്ചുറി കേസ് കണ്ടിട്ടുണ്ട്, റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ് കണ്ടിട്ടുണ്ട്, പിന്നെ സൂയിസൈഡൽ കണ്ടിട്ടുണ്ട്.
പിന്നെ ഡ്രൗണിങ് കണ്ടിന്, വാനിൻ്റെ അപ്പുറത്തെ ടേബിൾ ഉണ്ടായിരുന്നു ഡ്രൗണിങ്. അപ്പോൾ അങ്ങനത്തെ ഓരോ കേസുകൾ നമ്മൾ കാണും വേണം, നമ്മൾ അതിൻ്റെ റിപ്പോർട്ട് നമ്മൾ സാറെ കൂടെ എഴുതും വേണം. അപ്പോൾ അങ്ങനെ കുറേ കേസുകളുണ്ട്. ആദ്യം കാണുന്ന സമയത്ത് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു, കാരണം നല്ല സ്മെല്ലൊക്കെ അടിക്കും. പിന്നെ ചില പഴകിയ ബോഡീസ് ആണെങ്കിൽ ഡീകമ്പോസ്ഡ് ബോഡി ആണെങ്കിൽ നല്ല സ്മെല്ലടിക്കും. അല്ലാത്തതൊന്നും വലിയ സീനൊന്നുണ്ടായിട്ട് തോന്നിയില്ല. അപ്പം ഇത് നമുക്ക് പഠിക്കാം. ആസ് പെർ ക്രിമിനൽ യൂസ് എന്ന് പറഞ്ഞാൽ, ക്രിമിനൽ യൂസിൽ നമ്മൾ ഹോമിസൈഡൽ, സൂയിസൈഡൽ, ആക്സിഡൻ്റൽ, ഇൻഫെൻറ്റിസൈഡൽ, അബോർട്ടിഫിഷ്യൻ്റ്, കാറ്റൽ പോയ്സണിങ്, ആരോ പോയ്സണൊക്കെ ആയിട്ട് യൂസ് ചെയ്യും. ഇനി അടുത്ത ഒരു പാരഗ്രാഫാണ് ക്രൈറ്റീരിയ ഫോർ ആൻ ഐഡിയൽ ഹോമിസൈഡൽ പോയ്സൺ. നമ്മളൊരാളെ കൊല്ലാൻ ഉപയോഗിക്കുന്ന ഹോമിസൈഡൽ പോയ്സണിൻ്റെ ക്രൈറ്റീരിയ എന്തൊക്കെയാണെന്നത്. പിന്നെ അതുപോലെ തന്നെ സൂയിസൈഡൽ പോയ്സണിങ്ങിൽ അതും കൂടി പഠിക്കട്ടെ. കുറച്ച് നേരം വായിച്ചപ്പോൾ തന്നെ ഏകദേശം എൻ്റെ അറ്റൻഷൻ സ്പാന് തീരുമാനമായിക്കണ്, ഡിസ്ട്രാക്റ്റഡ് ആവാൻ തുടങ്ങിക്കണ്. ഇതാണ് പ്രശ്നം. കുറച്ച് നേരം വായിക്കാനിരുന്നാൽ തന്നെ, അതും ഫോറൻസിക് ആയിട്ട്. കമ്മ്യൂണിറ്റി ആണെങ്കിൽ ഞാൻ ഉറങ്ങേണ്ട സമയം കഴിഞ്ഞിരുന്നു. അതാണ് നമ്മൾ കുറേ കാലമായിട്ട് റീൽസും ഇതൊക്കെ സ്ക്രോൾ ചെയ്ത് ശീലമായിട്ട് കുറേ നേരം ഇരിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഇനി 2 പേജും കൂടെ തീർന്നാൽ ഈ ചാപ്റ്റർ കഴിയും. കീലേറ്റിംഗ് ഏജൻസ് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ആ കീലേറ്റിംഗ് ഏജൻസ് കൂടെ പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചൊന്ന് ചാപ്റ്റർ കഴിയുമെന്ന് വിചാരിക്കുന്നു. യെസ്, അതും കൂടെ പഠിച്ചിട്ട് നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ഒരു 7 കഴിഞ്ഞു, 7:40 ആയി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ പോകും. ഒരു 8 മണിയാകുമ്പോൾ ഫുഡ് കഴിക്കാം. താഴത്ത് മെസ്സിൽ പോയിട്ട് ഫുഡ് എടുക്കണം. ഫുഡ് കഴിച്ചതിന് ശേഷം ബാക്കി റീസ്റ്റാർട്ട് ചെയ്യാം. ഈ വാച്ചിടുന്ന സ്വഭാവം എനിക്ക് റേസിൽ നിന്ന് കിട്ടിയ കേട്ടോ. റേസിൽ നിന്ന് ഞാൻ എപ്പോഴും വാച്ചിട്ടാണ് നടക്കുക. എപ്പോഴും വെച്ചാൽ ടൈം എടുക്കിടക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണോണ്ട് വാച്ചിട. പക്ഷേ ഇപ്പോൾ പഠിക്കുന്ന സമയത്ത് ഞാനത് പഠിക്കാറില്ല അധികം. അപ്പോൾ ഇപ്പോൾ ഞാൻ ജസ്റ്റ് വീണ്ടും വാച്ചിടാൻ തുടങ്ങിയതാണ്. അങ്ങനെയെങ്കിലും കുറച്ച് ടൈമിന് കുറച്ചൊരു ബോധം ഉണ്ടായിക്കോട്ടെ വിചാരിച്ചിട്ട്. ഇതും കൂടെ പഠിച്ചു കഴിഞ്ഞിട്ട് വേണം ഫുഡിന് ബ്രേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. നീണ്ട 1 മണിക്കൂർ പഠനത്തിന് ശേഷം നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സമയമായിട്ടുണ്ട്. ആക്ച്വലി 7 to 9 ആണ് ഫുഡ് ഇവിടുത്തെ ഹോസ്റ്റൽ ഫുഡ്. ഇപ്പോൾ 8 മണി കഴിക്കണം. അപ്പോൾ ഇപ്പോൾ ഞാൻ പോയിട്ട് ഫുഡ് എടുത്തിട്ട് റൂമിലേക്ക് തന്നെ വരണം. ഞങ്ങൾക്ക് ഇവിടെ മെസ് ഹാളില്ല. മെസ്സിൽ നിന്ന് ഫുഡ് എടുക്കാം, പക്ഷേ ഇരുന്ന് കഴിക്കാനുള്ള സ്ഥലമല്ല. അപ്പോൾ റൂമിൽ നിന്ന് തന്നെ കഴിക്കുക. പിന്നെ സാധാരണ ഞാൻ ഫുഡ് കഴിക്കുന്ന സമയത്ത് എന്തെങ്കിലും നെറ്റ്ഫ്ലിക്സിൽ എന്തെങ്കിലും കാണലുണ്ട്. അപ്പോൾ മിക്കവാറും അത് ഞാൻ കണ്ടുകൊണ്ടൊക്കെ കഴിക്കുക. പക്ഷേ സ്റ്റിൽ നമ്മളത് ടൈം ബൗണ്ടായിട്ട് പഠിക്കും. ടൈം ബൗണ്ടായിട്ട് ഫുഡ് കഴിക്കും. അത് കഴിഞ്ഞിട്ട് വന്ന് പഠിക്കും. ഓക്കെ. It won't be easy, only get what you work for. Gotta go all out whenever you see me. Don't be wasting my time. Watch me go, lose control. Is this real? All I feel. Read the signs every time. Let's be real, be real, be real. Successfully completed 1 chapter out of 45 chapters. ഇനി കുറേ ചാപ്റ്റർ ബാക്കിയുണ്ട്. നമ്മൾ ഓരോ ദിവസം കുറേ വെച്ച് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തീരുള്ളൂ എന്നുള്ളത് എനിക്ക് 101% ഉറപ്പാണ്. പിന്നെ ലാസ്റ്റ് ആവുന്ന സമയത്ത് മെയിൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഒക്കെ പഠിച്ചിട്ട് പോകാം. ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ പഠിച്ചിട്ട് പോകാനാണ് എൻ്റെ പ്ലാന്. അങ്ങനെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് കെയോട്ടിക് സ്റ്റഡി വ്ളോഗ് എന്ന് പറയാൻ പറ്റില്ല, ബട്ട് ഈ ഒരു കുഞ്ഞു വീഡിയോ
ഇനിയും നമ്മൾ കുറേ വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. ആൻഡ് ടു ബി എ പ്രൊഡക്റ്റീവ് അഫ്ര, അതുപോലെ നിങ്ങളും എൻ്റെ കൂടെ പ്രൊഡക്റ്റീവ് ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ബൈ.